എല്ലാവർക്കും നമസ്കാരം. ഒരു മിമിക്രി നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കാണികളുടെ ആ രണ്ട് കൈ കൂട്ടിയടിച്ചുള്ള മനോഹര ശബ്ദം തന്നെ. എല്ലാവരും കേട്ടിച്ച പ്ലീസ്. അപ്പൊ പ്രിയരെ, എൻ്റെ പേര് കലാഭവൻ പ്രമോദ് എന്നാണ്, വീട് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ പൂരം, ഈ പൂരത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൂരവസാനമുള്ള വെടിക്കെട്ട് തന്നെയാണ്. ആ വെടിക്കെട്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തൃശ്ശൂർ പൂര വെടിക്കെട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. എവിടേക്കാ നോക്കണേ? കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഇത്ര പേരൊന്ന് കൈയടിച്ച ശബ്ദമല്ല കേട്ടോ, എനിക്കറിയാം. ഒന്ന് കൈയടിക്കും, മലപ്രകാരമല്ലേ. ഇനി ചില ശബ്ദ വ്യത്യാസത്തിന്റെ കാര്യം പറയാം. ട്രെയിനിന്റെ കാര്യം എടുക്കാം. ട്രെയിനിന്റെ ശബ്ദം ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ല, ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ആ പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദ വ്യത്യാസം. ഇത് ട്രെയിൻ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം. അപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ട്രെയിന് വേറെ ശബ്ദമാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് നിന്ന് പാസ് ചെയ്യുന്നു, ആ ശബ്ദം അനുകരിക്കുകയാണ്, ആ ശബ്ദ വ്യത്യാസം അവതരിപ്പിക്കുകയാണ് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദം. ഇനി ഈ കാബൂളിവാല സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഈ കാബൂളിവാല സിനിമയിൽ മനോഹരമായ ഒരു ബ്യൂഗിൽ മ്യൂസിക് ഉണ്ട്. അതെന്റെ കണ്ട നാൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. കാബൂളിവാലയിലെ മനോഹരമായ ബ്യൂഗിൽ മ്യൂസിക്. ഇനി പട്ടി
പട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. പട്ടിക്ക് പലതരം പട്ടികൾക്ക് പലതരം ശബ്ദമാണ്. ഇപ്പൊ ഡോബർമാൻ ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. വിശ്വസ്തനായ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോബർമാന്റെ ശബ്ദം ഇങ്ങനെ ഭയങ്കര പേടിയാവും. എന്നാ പോമറേനിയൻ നായ്ക്കുട്ടി വീട്ടിലൊക്കെ പെറ്റായിട്ട് ഓടിച്ചാടി നടക്കുന്നത് പോമറേനിയൻ. ഇത് കുറയ്ക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പോമറേനിയൻ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടൻ പട്ടി തെണ്ടിപ്പട്ടി എന്നൊക്കെ വിളിക്കും. ഇതിന്റെ കൊര വളരെ രസകരമാണ്. നാടൻ പട്ടി കുറയ്ക്കുന്നത് ഇനി മിക്സി വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടുപകരണം. മിക്സിക്ക് ഉണ്ട് ശബ്ദ വ്യത്യാസങ്ങൾ. ഇതിന്റെ കാര്യം പറയുമ്പോൾ മിക്സി പഴയ മിക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ശബ്ദം കൂടും. പഴയ മിക്സി വർക്ക് ചെയ്യുന്ന ശബ്ദം ഒക്കെ തൂവിപ്പോയി. എന്നാൽ പുതിയ മിക്സി വരയ്ക്കുന്നത് വളരെ ലേറ്റ് ആണ്, ശബ്ദം കുറവാണ്. പുതിയ മിക്സി വരയ്ക്കുന്നത് പ്രിയമുള്ളവരെ, മരിച്ച വളരും പല രീതിയിലൊക്കെ അറിയാം. അതായത് ചില ആർത്തലച്ച് കരയും, ചില വിങ്ങിപ്പൊടയും. മരണം വിളിക്കാതെ വരുന്ന അതിഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി, ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ കരഞ്ഞത്, എന്റെ ദൈവമേ ഇന്നലെ വരെ എങ്ങനെ നടന്ന ചേട്ടനാണ് ചേട്ടാ, എനിക്ക് എന്റെ പിള്ളേർക്കാരുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകള് വന്ന് കട്ടൻ ചായ കൊടുത്തു. ഈ കട്ടൻ ചായ കുടിച്ചോണ്ട് ചേച്ചി, എന്തൊരു ചൂടാണ്ടിയപ്പോ ആറ്റിട്ട് കൊണ്ടുവരണ്ടേ, ചുണ്ടുപൊള്ളിയിലേ കൊല്ലാനാണ് കൊണ്ടുവന്നത്, ഇങ്ങനെ തന്നെ ചേച്ചിയുടെ കാര്യത്തില്ല. അപ്പൊ പലരും പല രീതിയിലൊക്കെ അറിയാം. അതൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ പുള്ളി എങ്ങനെ കരയാ എന്ന് നോക്കാം. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ അദ്ദേഹം കരയുന്നത് അയ്യോ ഇങ്ങനെയായിരിക്കും. ഇനി കൊച്ചുകുട്ടികളെ, വീടിന് അലങ്കാരമാണ്, കെടാവിളക്കാണ്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാൽ ആ പഠിച്ചത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ഒരു ചിഞ്ചുമോൾ ചെറിയ കുട്ടി അവതരിപ്പിക്കുന്ന പ്രകട പ്രസംഗം. മനുഷ്യൻ എത്ര സുന്ദരമായ പദം, ഫലമൂലയിലും പച്ചമാംസയിലും തിന്ന് വളർന്ന മനുഷ്യൻ, കുഹുകൂരിലും ഋഷുക്കൂറിലും താമസിച്ച മനുഷ്യൻ എന്ന് ചന്ദ്രനിൽ കാലോത്തിരിക്കുന്നു. അതുകൊണ്ട് രസമാണ്. ജലമാണക്കെട്ടിനെത്തി വിദ്യുച്ഛക്തിയുണ്ടാക്കാൻ അവൻ പഠിച്ചു. പക്ഷികളെ പോലെ ആകാശത്തിൽ പാറി നടക്കാനും അവൻ പഠിച്ചു. സമൂഹത്തിൽ പരസ്പരം പാരി വയ്ക്കാനും അവൻ പഠിച്ചു. ആടുമട്ടത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയ നമ്മൾ ഇനിയൊരു ഭക്തിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഈ ശ്രാദ്ധത്തിലെ ഭക്തിയാനാണ് ഇതൊരു ഹിന്ദു ഭക്തിയാനം. തേടവരും കണ്ണുള്ളിൽ ഓടയാക്കും സ്വാമി, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരണിയൻ സ്വാമി, അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി. ഇതൊരു ക്രിസ്ത്യൻ ഭക്തിയാനം. തേടവരും കണ്ണുള്ളിൽ ഓടയാക്കും യേശു, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരണിയൻ യേശു, അയ്യപ്പനേശു അയ്യപ്പനേശു. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അദ്ദേഹത്തിന്റെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഏത് വേഷം കൊടുത്താലും വളരെ തന്മയത്തോട് ചെയ്യുന്ന ഒരു താരമായിരുന്നു. മറ്റാരുമല്ല, കാർവറായിട്ടുള്ള ശങ്കരാടി ദേവി. ശങ്കരാടി കാണും, കുഴപ്പമില്ല.
ഏത് പരിചയമാണാവും. താങ്ക് യു. മലയാള സിനിമയിലെ കരുത്തുറ്റ ശബ്ദത്തിനുടമ ഒരുപാട് നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അനുഗ്രഹീതനായ നടൻ ശ്രീ തിലകൻ ചേട്ടൻ ലഭിക്കാം. വേദിയിൽ തിലകൻ. എന്റെ മനസ്സാക്ഷി കോടതി കൊണ്ടാഴുന്ന കേസിന്റെ വാദം പിത്തം കവമലം മൂത്രം പരിശോധന റിപ്പോർട്ട് എനിക്കിപ്പോ കിട്ടണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ തിലകൻ. തിലകൻ ഇവരാരും നോക്കിച്ചിട്ടില്ല, ചരിത്രമില്ല. വേണേ പരിശോധിച്ച് നോക്കാം. ഓണം, വിഷു, ചാവഴേന്ദ്രം, അണ്ണാങ്കട്ട വിശേഷം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ കലണ്ടർ അത് മനോഹര നമ്മ തന്നെ. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അതായത് വക്കീൽ വേഷങ്ങൾ വളരെ ഡയലോഗ് വീരൻ സുകുമാരൻ, അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാരൻ. അയ്യോ വാദം എനിക്കറിയാൻ പറ്റി. അമ്പടിക്കള്ളി ആദ്യം പറഞ്ഞപ്പോ ഞാനെങ്കിലും വിശ്വസിച്ചില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് കരുതി വെറുതെ ഇമോഷണൽ അവതരിച്ചു വീട്ടിക്കളയെന്റെ മാഷി. അയ്യോ പാവം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ നിന്ന് വിട്ട് നമുക്കൊരു താരത്തെ അവതരിപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന പ്രഭാഷണ കലയിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മയെല്ലാം, അതായത് ഈ കഴിഞ്ഞ വർഷം നമ്മയെല്ലാം വേർപിരിഞ്ഞു പോയ സുകുമാർ അഴീക്കോട് മാഷിനെ വേദിയിൽ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാർ അഴീക്കോട്. നമ്മളൊക്കെ പറയുന്നില്ലേ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ, അതൊന്നും ശരിയല്ലേട്ടോ. ഈ സാഹിത്യത്തിൻ്റെ അഭൗമ മേഖല എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. വളരെ ലളിതമായ ഭാഷയിൽ ഉച്ചകോടി എന്താണെന്ന് ഞാൻ പറയാം. ഉച്ചകോടി എന്ന് പറയുന്നത് സ്വച്ഛന്തപരവും സ്വതന്ത്രവുമായ സ്ഫടിക തണ്ടിൽ നിന്നും ഉണ്ടാകാവുന്ന മിളിച്ച ഘടികാരപരമായ തന്മാത്രയിൽ ഉണ്ടാകുന്ന ചെറുതരം കണ്ണികയാണ് ഉച്ചകോടി. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്ത വേദിയിൽ അവതരിപ്പിക്കുന്ന മലയാള സിനിമയിലെ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഇഷ്ടനായകൻ, ജനപ്രിയ നായകൻ ദിലീപിന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ ജനപ്രിയ നായകൻ ദിലീപ്. പരിഷ്കൃത മറക്കണമെന്ന് പറഞ്ഞോളൂ, മറക്കാം. ഈ നാട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞോളൂ, അതും മാറാം. പക്ഷെ കൺമുമ്പിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറില്ലേ, അതും ദയല്ല. സന്തോഷം മാത്രമല്ല, ദുഃഖം കൂടി പങ്കിടാനാ ഞാൻ തന്നെ സ്നേഹിച്ചത്. ആർക്കും വിട്ട് കൊടക്കില്ല ഞാൻ. തൻ്റെ ചിരിയും കണ്ണും മൂക്കും എല്ലാം എനിക്ക് സ്വന്താക്കണം. പിള്ളേച്ച രുക്മിണി എനിക്കിഷ്ട, അവളെ ഞാൻ പൊക്കും. പിള്ളേച്ചിന് ചെയ്യാൻ പറ്റുന്ന പിള്ളേച്ചിനെ ഇങ്ങോട്ട് ചെയ്യ്. ആരോടും പറയല്ലേ, അമ്പിച്ചരാട്ടോ. താങ്ക് യു, താങ്ക് യു. ഇനി മലയാള സിനിമയിൽ മറ്റൊരു താരത്തിന് രണ്ട് ശബ്ദം അനുകരിക്കാം. ജനാർദ്ദനൻ ജനൻ. അദ്ദേഹം പണ്ട് CBI ഡയറി കുറിപ്പൊക്കെയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം, വില്ലൻ വേഷം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം അനുകരിക്കുകയാണ്. ആ പഴയകാല ജനാർദ്ദനൻ. ഓ എന്റെ കർത്താവ്, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റി. എടാ, അന്ന് പാലക്കാടുകാരൻ വെങ്കടേശൻ ഇന്ന് കോവൈ വെങ്കടേശ എന്ന് വെറുതെ ഇല്ല, ലോട്ടറി അടിച്ചിട്ടാ തമ്പി, വെറുതെ കലാട്ടപ്പെട്ടെങ്കിലാണ്. എന്റെ കർത്താവ്. ഇങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹം കോമഡി വേഷം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ശബ്ദം അനുകരിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം. ഓ എടാ തമ്പി, നീ താക്കപ്പനല്ല, പൊന്നപ്പനാ പൊന്നപ്പൻ. എടാ എള്ളു നല്ല ഒടിയടാ അവന്റെ മുട്ടുകാലം. എടാ തമ്പി, എന്തല്ല അവന്റെ. ഇങ്ങനെയാണ്. ഇനി അവസാനമായി വേദിയിലെത്തുന്ന താരം മലയാള സിനിമയിലെ കോളേജ് കുമാരിമാരുടെ സ്വപ്നകാമുകൻ ഇന്ദ്രൻസ്. ഉണ്ണികൃഷ്ണ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റപ്പോ എന്നോട് അമ്മച്ചി പറഞ്ഞു പഠിക്കണ്ടാന്ന്. അതേ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. മൊയിലാളി ചവന്മാരുമായി സംസാരിക്കാൻ ലക്ഷ്മിയിൽ മൊയിലാളി സത്യസന്ധമോ കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കിട്ട് ആഹാ രാധക്കുഞ്ഞെ, ഞാനൊരു കവിത ചൊല്ലട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛൻ കൊച്ചച്ഛൻ അച്ഛൻ അച്ഛൻ അമിതാഭച്ചൻ. പ്രിയരെ, ഇത്രയും നേരം എന്നോട് വളരെ നല്ല
നല്ല രീതിയിൽ സഹകരിച്ച മലപ്പുറം നിവാസികൾക്ക് എൻ്റെ സ്നേഹ നിർഭരമായ ആശംസകൾ നന്ദി അറിയിക്കുകയാണ്. മാത്രവുമല്ല ഈ 2013 കഴിഞ്ഞപ്പോൾ 2013 ഈ 2013 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവർ എന്തായാലും ഹലോ, ഞാൻ ചെറിയൊരു മിമിക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ് പിന്നെ ഇവിടെ ബാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മിമിക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ഓക്കെ ഓക്കെ, ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എൻ്റെ പേര് വാവാന്ന്. അവിടെ മുണ്ടുപറമ്പ് എൻ്റെ പേരാ. മുണ്ടുപറമ്പുള്ള എനിക്ക് സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും വാങ്ങി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടും, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ട് പോയിട്ടാ ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളവിടെ. കേരളോത്സവം പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? 2 ആൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്കുക. നിങ്ങളെ എന്താ അവിടെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓനൊന്നും ആസിഫ് അലിനെ കണ്ടില്ല എന്നെ, അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാരിയല്ല. കൈ അടിക്കൂലേ? എന്താ അവിടുന്ന് കയറി വന്ന മാരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നുണ്ട്. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായിന്. കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പ്രിയമുള്ള. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ. ഞാൻ തന്നെ കുടഞ്ഞിരുന്നാലും വേണ്ടില്ല. ഇങ്ങനത്തെ ബാവാനൊന്നും പരിചയപ്പെടണല്ലോ ഇവർക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനല്ലേ? ബാവ വിവാഹിതനാണോ? തന്നിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ വിളിയാ. ബാവേ നീച്ചൂട്, മിറ്റടിച്ചേരി കൂട്, അമ്മിമലച്ച് മുളകരച്ചൂട്. അത് അമ്മിമലച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല. ഒരുപാട് ആളുകൾ ഇരിക്കല്ലേ ഇവിടെ? അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ. കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം വേക്കിലൊക്കെ. എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാവ? ചാട്ടയാ കയ്യടിക്കണേ. കൊല്ലിയിൽ വെള്ളം ലേറ്റാ, ബേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക. ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫ് ആവും. അപ്പൊ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക.
ഇനി ലേഡീസുള്ള ഐറ്റംസാ. ലേഡീസിനുള്ള ഐറ്റംസ് എന്താണത്? തേങ്ങ ചെരവുമ്പോൾ ഒച്ച. തേങ്ങ ചെരവുമ്പോൾ ഒച്ച. ഓക്കെ. എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാവുക. ഇത് ചെരവി ചേട്ടൻ്റെ അടുത്തെത്ര നേരത്ത് ഇന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ അതെന്താ? ഒറ്റയേറ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ. ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പപ്പിയാണെങ്കിലോ അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മള് മരണക്കിണറിൽ ചെന്ന് കഴിഞ്ഞാല് മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണാണല്ലോ സർക്കസ് കൂടാൻ ചെന്ന് കഴിഞ്ഞാല് ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു ബാവ. പാട്ട വണ്ടി ഇറക്കൊന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ എന്നിട്ടല്ല പാട്ട വണ്ടി അതാ. ബാബ ഒരു സംഭവട്ടാ. ഇങ്ങനെ ഉണ്ടാവുക. ഇനി ഞാൻ എളാപ്പന്റെ കൂറ്റ് എടുക്കും. എളാപ്പന്റെ കൂറ്റ് പരേതം തിരിച്ചു വരുന്നു. അളിയനൊരു റീൽസ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആളാണ്. ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഏറെ കണ്ട് പരിചിതമായ ലിക്ക് ബീരാന്റെ ശബ്ദമാണ് നമ്മുടെ ബാവ അനുകരിക്കാൻ പോകുന്നത്. അല്ല എത്ര വർത്താനോ ആയിരത്തങ്ങളെ നാര് പല എടുക്കില്ല എന്ന് പറഞ്ഞ മറ്റേ സ്ഥിതി മനസ്സിലായില്ലേ? അടക്കാണ് ഈ മടിയിലൊക്കെ കൗങ്ങായ പറ്റൂല. ജമീല ഇടയ്ക്ക് കൈയടിച്ചോളൂ, എന്നെ പുറടിച്ചാൽ പൊളിച്ചാളും. അടിപൊളി അടിപൊളി. ഇതേമാതിരി നമ്മള് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശബ്ദമൊക്കെ നമുക്ക് മാറ്റി പറയാം. എന്നിരുന്നാലും നമുക്ക് വാവ ഒരുപാട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. വിദ്യാഭ്യാസം എത്ര? B.Ed വരെ പഠിച്ചിട്ടുണ്ട് പ്രിയമുള്ളവർ. നമ്മുടെ വാവ B.Ed വരെ. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയതാ. 8B മാറിപ്പോയതാ. അവിടെ പോയി. ഓക്കെ. അടുത്ത ശബ്ദം ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ ചെറിയ മൈന്യൂട്ടായ ശബ്ദമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിപ്പോ ഈ പങ്കിക്കപ്പെട്ടിട്ട് ആക്കി ഞാൻ വന്നപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ മഴ കൊണ്ടിട്ടാണോ ഇങ്ങനെ? അതല്ല, ബംഗാളികൾ മുടിയിട്ട് കൊളാക്കിയതാ. ഇപ്പൊ ബാർബർസിനൊക്കെ ബംഗാളികളാണ് മുടി കൊളാക്കിയ. അല്ല, ഞാനൊരു ആശയം പറയട്ടെ. ഈ ബംഗാളികളെ കാര്യം പറഞ്ഞപ്പോ മുടി വെട്ടുന്ന ശബ്ദം എടുക്കാൻ പറ്റും? അതൊക്കെ എടുക്കും ഞാൻ. ആണോ? അന്ന് നമുക്ക് അടുത്തായിട്ട് മുടി വെട്ടുന്ന ശബ്ദം എന്റെ തല കേട്ടോ. വാ കഴിഞ്ഞില്ല. അടിപൊളി. ഇപ്പൊ മുടി വെട്ടലില്ല, ഇപ്പൊ മിഷീൻ വെക്കലാ. മിഷീൻ വെക്കുമ്പോ ഉള്ള ഒച്ച എന്റെ തന്നെ. പിന്നെ വേറെ ആദ്യം വെക്കാൻ പറ്റുമോ? ഇതല്ലേ എടുത്തുള്ളു. ഇതേമാതിരി കുട്ടികളെ കയ്യിലൊക്കെ ബലൂൺ ഇട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഊതി വീർപ്പിക്കും ഇങ്ങനെ. പൊട്ടു. ജി വന്നാണത് പൊട്ടുന്നറിയാലേ. ഇതാത്ത ബലൂനാ. പൊട്ടിച്ച് കുറച്ചണ്ട. ഇന്നാണ്ട് പൊട്ടിച്ചാ മതി. ഇതാ നമ്മൾ തീപ്പെട്ടി കൈ കിട്ടി കഴിഞ്ഞാല് അതിൽ കൊള്ളി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കുലുക്കി വെക്കും. തീപ്പെട്ടി. അപ്പൊ തീപ്പെട്ടി കുലുക്കും പൊളച്ച എങ്ങനെയുണ്ടായി. ഇതേമാതിരി തന്നെ നമ്മള് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല് അടുക്കളന്റെ ഭാഗത്ത് വിറക് അട്ടിക്കിട്ട് കഴിഞ്ഞാല് അതിന്റെ അടി ഉണ്ടാവും ഒരു തവള. അമ്മായിന്റെ മോനാണല്ലോ ചാടി പറയുന്നേ. മരത്തവള. മരത്തവളന്റെ നൊലോളി എങ്ങനെ അറിയോ? എങ്ങനെ ഉണ്ടാകുക? ഒന്നും കൂടി ലഭിച്ചേ. എങ്ങനെ ഉണ്ടാകുക? ഇതേപോലെ നമ്മള് കുളത്തിന്റെ പക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല് വലിയ പൊട്ടാൻ കണ്ണുണ്ടാവും. കുണ്ടത്തവള. അതെങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ നമ്മൾ മഴക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വരമ്പത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ തവളന്റെ കൂട്ടനിലോളി കേൾക്കാം. അതെങ്ങനെ അറിയാം? വരമ്പത്ത് കൂടി നടന്നു പോകുമ്പോഴുള്ള തവളന്റെ കൂട്ടനിലോളി. പാടം നിറച്ചും തവളെ. ഇങ്ങനെ ഉണ്ടാകുക. ഇതേമാതിരി സിബുകൾ പലതരത്തിലുള്ള സിബ്. ബാഗിന്റെ സിബ് ഇടുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? ബാഗിന്റെ സിബ് ഇടുമ്പോൾ ശബ്ദം
ഇത് പാന്റിന്റെ ആണെങ്കിൽ എങ്ങനെ അറിയാം? പാന്റിന്റെ ആണെങ്കിൽ ശ്രദ്ധിച്ചിടണം. പാന്റ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ജീൻസ് പാന്റ് ആണെങ്കിൽ എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് PVC പൈപ്പ് മുറിക്കുമ്പോൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് PVC പൈപ്പ് കട്ട് പൈപ്പിന്റെ ചെയ്യുന്നത് തലപിടിച്ച പൈപ്പിന്റെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് അലുമിനിയം ചാലാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഒച്ച മാറും. തല പിടിച്ചോ. ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ഇനി പ്ലൈവുഡ് ആണ് മുറിക്കണമെങ്കിൽ വേറെ രീതിയിലാണ്. പ്ലൈവുഡ് ആകുമ്പോൾ ശബ്ദ വ്യത്യാസം അതിപ്പോ നമുക്കിപ്പോ ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫിറ്റ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസ് അടിക്കണം. ഡ്രിൽ മെഷീൻ എടുക്കും. എടുക്കാത്ത ഐറ്റംസ് ഇല്ല. അതൊരു കാര്യം ചെയ്യും. ആദ്യം ഒരു തലക്കിലൊരു ഹോൾസ് ഉണ്ട് ഇവിടെ. ഇനി രണ്ടാമത്തെ ഹോൾസ് നടുക്ക്. ഇനി ഒരു കാര്യം ചെയ്ത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മേലെ ഒരു ഹോൾസ് ഇടണം. ജി പറഞ്ഞോടത്ത് ഇങ്ങനെ തൊളർന്ന ആളാണല്ലോ എന്നെ. അവിടെ ഇവിടെ അറിയുമ്പോ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ചു വെച്ചേ. വെള്ളിയാഴ്ച ശബ്ദം കണ്ടുപിടിക്കും. അങ്ങനൊന്നുമില്ല. ലീവുള്ള ഓരോന്ന് കണ്ടുപിടിക്കും. ആൺപ്രാവിന്റെ ഒച്ചയും പെൺപ്രാവിന്റെ ഒച്ചയും രണ്ട് രീതിയിലാണ്. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടായി. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായി. അതേപോലെ നമ്മളെ താറാവിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായില്ല. ഇതേമാതിരി ആട്ടുംകുട്ടിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ കയ്യും കാലും കയറിന്റെ ഉള്ളിൽ കുടുങ്ങി ഒച്ച മൊത്തം മാറും. ഇങ്ങനെ ഉണ്ടായില്ല. ഇനി ആർക്കാൻ റിസ്ക് ഉള്ളതാണ്. റിഹേഴ്സലിന്റെ കുറവുണ്ടെന്നാലും ഞാൻ എടുക്കും. അതായത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ ഒച്ച. അത്രയും ബുദ്ധിമുട്ട് ടഫാണോ? അത്ര ടഫ് വേണ്ട. തുപ്പിലിറക്കിണ്ട് എന്റെ ടഫാക്കല്. അപ്പൊ ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ട്രെയിലർ അല്ലേ? അതെ ബാബ ചോദിക്കണമെന്ന് തോന്നുന്നത്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണപ്പോ എന്തോ ഒരു ബ്ലും ബ്ലും എന്നൊക്കെ. പിന്നെ വെള്ളത്തിൽ മുന്നേ കിടികിടിന്നുണ്ടാവുക. എന്ത് സാധനം വെള്ളത്തിൽ കൊണ്ടാലും ബ്ലും തന്നെ ഉണ്ടാവുക. ഇനി എടുക്കാൻ പോകണം. ഇന്ന് രാവിലെ പല്ല് കൊണ്ടുവെക്കുമ്പോ നമ്മി പൊട്ടിയുണ്ട പല്ലേക്കല് പല്ല് വെച്ചുകൊണ്ടുവെക്കുമ്പോ മനസ്സിലായി ജാസി ഗിഫ്റ്റിന്റെ ഒച്ച എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. പാട്ട് പാടിക്കൊണ്ട് വെക്കുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിക്കുക. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. അത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അന്നക്കിളി നീ എന്നില വന്നക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കടവത്തെ അവിളിക്കോവിൽ മുല്ലക്കതിരണി പാടി കന്നിത്തിരതുള്ളു ഹൂവാനക്കാവിൽ മാനായി മാറി. ഇങ്ങനെ ഉണ്ടായില്ല. ആ വിരല് അപ്പുറത്ത് തൊള്ളായിട്ട് മുറിച്ചിടാൻ പറ്റപ്പത്. ഇനി എടുക്കാൻ പോണേ നമ്മളെ സിനിമകളിൽ നമുക്ക് മിമിക്രി പഠിപ്പിച്ചു കൊടുക്കലെന്ന് ഇപ്പൊ ആരോ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചു. ഞാനും വരെ ക്ലാസ് ഉണ്ട്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കും. എനിക്കൊന്ന് പഠിപ്പിച്ചു തരാൻ. നമ്മളെ സിനിമകളിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു പരസ്യം ഉണ്ടാവലുണ്ട്. ആ പരസ്യം പറയാൻ പോണത് മനസ്സിലായി ഞങ്ങൾ കൈയടിക്കണം. CD-ലും ഉണ്ടാവലുണ്ട്. സിനിമകളിൽ മാത്രമേ. കേന്ദ്ര സർക്കാരിന്റെ പുകവലിക്കെതിരായിട്ടുള്ള ഒരു പരസ്യമാണ് ബാബ ഇവിടെ എടുക്കാൻ പോകുന്നത്. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുകയില പരിശോധിച്ചാൽ ഇപ്രകാരമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. കുട്ടികളെ നിലവിളിക്കുമ്പോ അമ്മ മൂളിപ്പാട്ട് പാടി ഉറക്കി കൊടുക്കലുണ്ട്. അപ്പൊ കുട്ടിന്റെ നിലവിളിയും അമ്മന്റെ മൂളിപ്പാട്ടും ഒരേ സമയത്ത് രണ്ടും ഒരേ ശബ്ദം എടുക്കും. കൊളായി ഒന്ന് കയ്യടിച്ചോളില്ലേ? നിങ്ങൾ കയ്യടിച്ചിട്ട് കുറെ നേരം നിങ്ങള് ഒന്ന് കയ്യടിച്ചോളുണ്ട്. ഇനി വേണ്ടി ഒരു ഒന്ന് ഒറ്റ മിമിക് പഠിപ്പിച്ചു. അന്റെ ചുണ്ടുമൽ എന്താ? എന്റെ ചുണ്ടുമലൊന്നുമില്ലല്ലോ. പഠിച്ചു. അതെന്താ? ചുണ്ടുമൽ എന്താ നാക്കില്ലേ? അതെന്നെ മിമിക്രി. അതെങ്ങനെ മിമിക്രി ആവുക? അത് മൂന്നെണ്ണം ഇവിടെ അപ്പൊ കാണിച്ചു തരാം. മഹരിബിലും മശരിബിലും നബി സംസുലുദാ ഫീ കുല്ലി സമാമി മൗലായ മൗലല്ലായനി സയ്യിദ് ഇനാനി.
ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ച് എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹം എപ്പോഴും വേണം. ഇജ്ജ് കാലുകൊടുത്തൊന്നും വേണ്ട, എല്ലാരും തുടക്കത്ത് കാല് പിടിക്കും, പിന്നെ തലേ കയറി കാണും. മലയാളികളായ നമുക്ക് അഭിമാനിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം മിമിക്രി അവതരണത്തിലൂടെ വെള്ളി തിളങ്ങിയത്. ഇന്ന് ദേശീയ ചലച്ചിത്ര ഫിലിം അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മലയാളികൾക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഐൻ എന്ന മലയാള സിനിമ. ഐൻ എന്ന മലയാള സിനിമയിലെ പ്രത്യേകം ജൂറി പരാമർശിക്കുകയും ഐൻ അവാർഡ് വാങ്ങുകയും ചെയ്തപ്പോൾ അതിൽ ഞങ്ങളുടെ ഈ കലാകാരൻ സഹനടനായി ഒരു ബാർബറുടെ വേഷം ചെയ്ത് അഭിമാനം തൂലിയമായപ്പോൾ മലയാളക്കര നെഞ്ചേറ്റിയ ഈ കലാകാരൻ അമൃത TV സൂപ്പർ ഡൂപ്പ് എന്ന റിയാലിറ്റി ഷോയിലെ വിന്നറും ഏഷ്യാനെറ്റിലെ മിന്നും താരം എന്ന കോമഡി ഫെസ്റ്റിവലിൽ ഫൈനലിസ്റ്റുമായി കേരളം കഴിഞ്ഞു, ലക്ഷദ്വീപും ആന്ധ്രാദ്വീപും കഴിഞ്ഞു. അങ്ങനെ ആഴ്ക്കടലിന്റെ റാണികളോളം ചന്ദ്രന് പന്തലിച്ച അനവധി നിരവധി വിദേശ പ്രോഗ്രാമുകളിൽ തരമായ ഞങ്ങളുടെ സ്വന്തം വിജേഷ് ചേളാരി. എല്ലാവരും കരി കൊടുത്തേ. എന്തൊക്കെയാ പറഞ്ഞത് പോലെ എന്തൊക്കെയാ പറഞ്ഞോട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിക്കാൻ. നിങ്ങൾ ഒന്നുകൂടി കൈയടിക്കുകയാണെങ്കിൽ ഞാനവിടെ പോകും. താങ്ക് യു.